Hello. Welcome to market discussion of the day. Today, June 3rd, 2026, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലൂടെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. രാത്രി 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് ഉള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഫ്രീ സിഗ്നൽ ഗ്രൂപ്പ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ എലൈറ്റ് ഗ്രൂപ്പിലോട്ട് കയറണം, സിഗ്നൽസ് വേണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് അറിയാം ഇറാനും യു എസും തമ്മിലുള്ള വീണ്ടും ഒരു 60 ദിവസത്തെ സീസ് ഫയറിലോട്ട് പോവുകയുണ്ടായി. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീക്കെൻഡിൽ യു എസിൻ്റെ മിലിറ്ററി അറ്റാക്ക്, ഇറാനിയൻ മിലിറ്ററി അറ്റാക്സ് ഇറാനിയൻ ഡ്രോൺസിനെയും റഡാർ സൈറ്റിനെയും ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് യു എസിൻ്റെ കുവൈറ്റിലുള്ളൊരു യു എസ് ബേസിനെ ആക്രമിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പീസ് ഡീൽ, അതായത് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചിരിക്കുക എന്നുള്ളതാണല്ലോ. സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ട്രംപ് ഒരു ഹിൻഡ് കൊടുത്ത് എന്താ വെച്ചാൽ ഒരു മൊമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ടു റീ ഓപ്പൺ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്നൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനത്തുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് 2 വീക്കിനുള്ളിൽ നടപ്പിലാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പുള്ളിക്കാരന് തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പുതിയൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് എന്താ വെച്ചാൽ പുതിയ താരിഫ് ത്രെഡാണ്. ഓക്കെ, പുതിയ താരിഫ് ത്രെഡ് നമ്മുടെ യു എസ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, നമുക്ക് നേരത്തെ അറിയാം ഒരു താരിഫൊക്കെ ഇനി മുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് യു എസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഈ താരിഫൊക്കെ ഇനി പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ, അല്ലേ? സോ ഓൾമോസ്റ്റ് 12% അഡീഷണൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇന്ത്യ കൂടാതെ 53 കൺട്രീസിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു ടെൻഷനാണ്. പുതിയ ഹൈറ്റിലോട്ടൊക്കെ ഗോൾഡിനെ കൊണ്ടുപോകാൻ ഉള്ള ന്യൂസുകളാണ് ഇതൊക്കെ. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ടും നമ്മളുടെ ഈ പറയുന്ന വാർ എന്ന് പറയുന്ന സാധനം മുന്നോട്ട് പോകുന്നിടത്തോളം ഗോൾഡിൻ്റെ പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇന്നലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ന്യൂസുകൾ ഉണ്ടായിരുന്നു. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇന്നലെ ബേസിക്കലി നമുക്കറിയാം ജോൾട്ട് ജോബ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ജോൾട്ട് ജോബ് ഓപ്പണിങ്ങിന് ആക്ച്വലി വളരെ ഭയങ്കരമായ പോസിറ്റീവ് ന്യൂസാണ്. അതായത് 6.87 മില്യൺ ആയിരുന്നു അവർ ഫോർകാസ്റ്റ് ചെയ്തത്. 7.62 മില്യൺ ആണ് യഥാർത്ഥത്തിൽ വന്നത്. അത് ആക്ച്വലി ഭയങ്കരമായ ഒരു ഫോർകാസ്റ്റിനെക്കാട്ടിലും ഒരുപാട് നല്ലൊരു ന്യൂസാണത് യു എസ് മാർക്കറ്റിന്. ഓക്കെ, സോ യു എസ് ലേബർ മാർക്കറ്റ് ഭയങ്കര റെസിലിയൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ആ ഒരു കാര്യം മാർക്കറ്റിനെ യു എസ് ഡോളറിൻ്റെ വാല്യൂ കൂട്ടുകയും ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഫെഡ് റിസർവിന് ഇങ്ങനത്തുള്ള ന്യൂസുകൾ വരുന്നതിലൂടെ. അതുകൊണ്ടിട്ട് തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പായിട്ടും ഗോൾഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ USD JPYയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. 2 മണിയാകുമ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ജാപ്പനീസ് യെൻ 160 നിൽക്കുകയാണ്. സോ നമുക്കറിയാം 160 നിന്ന് പല വട്ടവും ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ വീഴുന്ന പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സോ ബേസിക്കലി ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കി പോവുകയും ചെയ്യണം. ഓക്കെ, സോ അതേപോലെ തന്നെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വൈകുന്നേരം 5:45 വരുന്നുണ്ട്. അതേപോലെ
ISM സർവീസ് PMI വരുന്നുണ്ട്. ഓക്കെ, സോ ഈ 3 ന്യൂസും നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളാണ്. സോ ഈ സമയത്തൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ബ്രോക്കേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നല്ല ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് നല്ല ബ്രോക്കറിനെയാണ്. നിങ്ങൾ എത്ര പൈസയുണ്ട്, നിങ്ങൾക്ക് എത്ര ട്രേഡിംഗ് അറിയാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല ബ്രോക്കേഴ്സിനെ അല്ല ചൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ചതിൽ കുഴിയിൽ പെടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ നല്ല ബ്രോക്കേഴ്സിനെ നോക്കി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. നല്ല ബ്രോക്കേഴ്സ്, നമ്മൾ സ്റ്റാർ ട്രേഡറിൻ്റെ എന്താ പറയുക, സ്റ്റാർ ട്രേഡറുമായിട്ട് നമുക്ക് ബ്രോക്കർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാൻറ്റേജ്, BT മാർക്കറ്റ്സ്, അങ്ങനത്തെ ബ്രോക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. ഗോൾഡ് ഇപ്പോൾ 4465 നിൽക്കുന്ന ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇപ്പോഴുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ 4480 അടുത്തുനിന്നുള്ളൊരു സെല്ലാണ്. ഓക്കെ, സോ 4480 അടുത്ത്, അല്ലെങ്കിൽ 475 to 80 ആ റേഞ്ചിലുള്ളൊരു സെല്ലാണ് കേട്ടോ. സോ അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 4492 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USD വരാം. GBP USD 1.3447 നിൽക്കുന്നു. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞതും 4420 അടുത്തുനിന്നുള്ളൊരു സെല്ലിനെ കുറിച്ചാണ്, 4540 അടുത്തുനിന്നുള്ളൊരു സെല്ലിനെ കുറിച്ചാണ്. സോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സെല്ല് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് പറഞ്ഞ് 4552. ഓക്കെ, അതെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നത്തെ GBP USDയിലുള്ള കാര്യം പറയുകയാണെങ്കിലും GBP നമുക്ക് ഒന്നുകൂടെ താഴെ കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 1.3440 റേഞ്ച്, 3400 റേഞ്ചിൽ അല്ലെങ്കിൽ 3410 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3365 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മുടെ യൂറോ USD വരാം. യൂറോ USD വേണമെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് വാങ്ങാൻ പറ്റുന്നൊരു പ്രൈസാണിത്. 1.1614, 1.1600, 1.1610 റേഞ്ചിൽ നിന്ന് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് യൂറോയുടെ അകത്ത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.1550 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് TP വെക്കുമ്പോൾ 1.1640, 1.1650 റേഞ്ചിൽ, അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ ഭയങ്കര നല്ലതൊന്നും അല്ല യൂറോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു എൻട്രി, നമുക്ക് ബെറ്റർ എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, എനിവേയ്സ് നമുക്ക് നേരെ USD JPY വരാം. USD JPY 160 നിൽക്കുന്നു. 160 ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ദിവസം അവസാനിക്കുന്ന 160 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 160 മുകളിലുമാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം 160 അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോവുകയാണ് എങ്കിൽ 160.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു സെൽ എൻട്രി അവിടുന്ന് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.